എല്ലാവർക്കും നമസ്കാരം. ലിവീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു കുട്ടനാട് സ്റ്റൈൽ ഒരു താറാവ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1.5 കിലോ ഉള്ള ഒരു താറാവാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താറാവ് കറി വെക്കുന്നത് അതിൻ്റെ തൊലിയോട് കൂടിയാണ്, കണ്ടല്ലോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അതിൻ്റെ സ്കിൻ എടുത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് അങ്ങ് നെയ്യായിപ്പോവും. എന്നാൽ കുറച്ച് എല്ലാത്തിൻ്റെയും എടുത്തിട്ട് കൊണ്ടുപോകാനും. ഇനി നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് പൊടികളെല്ലാം ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കും. ഇതിന് ചെറുതായിട്ട് ഒരു വേവുണ്ട്, നല്ല വേവുണ്ട്. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല, പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു കറിക്ക് നമ്മൾ മുളക് പൊടി കുറവായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് മുമ്പിൽ വേണ്ടത്. അപ്പം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുക്കറിലോട്ട് മാറ്റിയിട്ട് ഒരു 3-4 വിസിൽ വേവിക്കുന്നുണ്ട് ഞാൻ. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ചില കിട്ടുന്ന താറാവ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചിലതിന് മൂത്ത താറാവാണെങ്കിൽ ഭയങ്കര വേവ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം വേവുള്ള താറാവായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് 1 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. പിന്നെ 2-3 വറ്റൽമുളക്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ഏറെ വേണം. പിന്നെ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. നമ്മൾ മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നത്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ്. പിന്നെ നമ്മൾ മൊത്തത്തിൽ തന്നെ കൊച്ചുള്ളി ചേർത്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഞാനിവിടെ ഇപ്പോൾ ഒരു സവോളയും ബാക്കി കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് നമുക്കിതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കിന് അതിലോട്ട് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് മുളക് പൊടി കുറവാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയുടെ ഇരട്ടി വേണം നമ്മളിതിനകത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പൊടി ചൂടായതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വെള്ളം ഒന്നും ഒട്ടും ഒഴിക്കാതാണ് താറാവ് വേവിച്ചെടുത്തത്. എന്നിട്ട് ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പൗഡർ ഫോമല്ല ക്രഷ്ഡ് ഫോം, പിന്നെ ഗരം മസാല 1 ടീസ്പൂണ്, പിന്നെ ഏലക്കായും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചത്. സാധാരണ പെരിഞ്ചീരകം മസാല എല്ലാം കൂടെ അരച്ചാണ് നമ്മൾ ഈ താറാവ് കറിക്ക് ചേർക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്താൽ വേവിച്ചെങ്കിലും കുറച്ചും കൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഈ ഒരു ചാറ് കുറുകുന്നിടം വരെയും ഇത് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ്ടിപ്പം നമ്മുടെ താറാവ് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് ചാറൊക്കെ കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇതേ പോണക്കത്തെ അടിപൊളി റെസിപ്പിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.